ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു ഗെയിമിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഗെയിം വേറെ ഒന്നുമല്ല, ഫൗജിയാണ് ഗൈസ്. ഫൗജി നമ്മുടെ പബ്ജി കേന്ദ്ര സർക്കാർ നിരോധനം ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ഗെയിമായിരുന്നു ഫൗജി. ജനുവരി 25-ാം തീയതി അത് റിലീസ് ചെയ്യപ്പെട്ടു. ഇന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഫസ്റ്റ് ഒരു ടാങ്കൊക്കെ വന്നിട്ടുണ്ട്. അപ്സെറ്റ് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ പ്രകൃതിയിലിരിക്കുകയാണ്. ഇവിടെ കുറേ കാക്കയും കോഴികളെയൊക്കെ ശബ്ദം കേൾക്കാം. പരമാവധി അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കും. സോ സൈക്കോ ഓൾറെഡി ഞാൻ ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. സൈക്കോ എന്നൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വോളിയം ആദ്യം കുറച്ചൊന്ന് കുറയ്ക്കാം. ഓക്കെ, വോളിയം ഇത്രയും കിടക്കട്ടെ. സേവ് കൊടുക്കാം. ദെൻ പ്ലേ കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുമ്പം ഒരു സ്റ്റോറി കാണിക്കും. ആടിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് പശു ആയിരിക്കും. അതിൻ്റെ താഴെ കുറച്ച് സബ് ടൈറ്റിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അന്ന് ഹൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റോണൊക്കെ വെച്ച് അറ്റാക്ക് നടന്നിരിക്കുന്നു അന്ന്. ആ സമയത്ത് ഇങ്ങനൊരു വാർ എടുക്കുന്ന സമയത്ത് अंधेरा छा गया। 6 घंटे बाद जब लेफ्टिनेंट सिंह की आंख खुली तो उनका सर चकरा रहा था। पहाड़ से हुई पत्थरों की उस बौछार से खरोचों और घावों के साथ उनके सर पर भी चोट आई थी। अहमद, ढिल्लो, रवि। फिर भी उनकी हालत उन दोनों फौजी भाइयों से बेहतर थी जो उनके पास बर्फ में शहीद हो चुके थे। कम से कम वो जिंदा तो थे। भारतीय सेना बिना लड़े कभी हार नहीं मानती और फौजी कभी पीछे नहीं हटता। ये लड़ाई ऐसे खत्म नहीं होगी। मैं ऐसा होने ही नहीं दूंगा। बहादुरी, भाईचारे और भारत के लिए फौजी। സ്റ്റോറി കൊള്ളാം. ഓക്കെ, സ്റ്റോറി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി കാണും. അതിനകത്ത് കുറേ സബ് ടൈറ്റിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വാർ നടക്കുന്നു. അതിൻ്റെ വാറിൻ്റെ പ്രതികാരത്തിനാണെന്ന് തോന്നുന്നു ഈ ഒരു ഗെയിം നടക്കുന്നത്. സോ സ്പാഡിഗേറ്റ്, നാവിഗേറ്റ് ദി മാപ്പ്. ഓക്കെ, ദെൻ സെക്കൻഡ് അവിടം വരെ നമുക്ക് ഓടാം. ഓടി സ്ലൈഡ് റൈറ്റ്. ഇത് ട്രെയിനിങ് ആണ് ഗൈസ്. ട്രെയിനിങ് പഠിപ്പിച്ചു തരുവാണ്. ഇനി അവിടം വരെ പോകണം. ഇതാണ് അറ്റാക്ക് ചെയ്യാനുള്ള ബട്ടൺ. ഇടിച്ചിടിച്ചിടിച്ച് രണ്ടുപേരുണ്ട്. സോ രണ്ടുപേരെ നമ്മൾ ഇടിച്ച് പപ്പടാക്കണം. ഓ, ബട്ട് നമ്മുടെ ലൈഫ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ടാണ് വേണ്ടുള്ളത്. അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല ഗൈസ്. ഇനി ഇത് ചാടാനൊന്നും പറ്റില്ലേ? ചാടാനൊന്നും പറ്റുന്നില്ല. ഇവിടെ അടച്ചിട്ടേക്ക് പോകണല്ലോ. ആഹാ, അവിടെ ഒരു തീ ഉണ്ട് കേട്ടോ. തീ. അപ്പോൾ ഈ തീ നമ്മുടെ സ്റ്റാമിനയും ഹെൽത്തും റിപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ തീ എടുത്തോട്ട് പോവാം. ഓക്കെ, ഇയാളെന്തോ തീവാരി പറത്തിയിരിക്കുന്നു. പൊള്ളി പോത്തില്ലേവാ? എന്തോന്ന് ചെയ്യത്തില്ല. ഓക്കെ, ഇവിടെ നമ്മളെ ഹെൽത്ത് റിക്കവർ ആയിട്ടുണ്ട്. ഇതെന്താ ഇതൊരു
ഇതൊരു ടെൻ്റാണ് ഗൈസ്. വെയിറ്റ്, ഞാൻ കുറച്ചുകൂടി ഒന്ന് സ്ക്രീൻ വയ്ക്കട്ടെ ഗൈസ്. ഇതൊരു ടെൻ്റാണ് കേട്ടോ. ടെൻറ്റിൻ്റെ അകത്ത് നമുക്ക് കയറിയോല. ആ ടെൻറ്റിൻ്റെ അകത്ത് ഫോണൊക്കെ ഉണ്ട്. ഫോണും പെട്ടിയും 2 കസേരയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഗേറ്റ് തുറന്നു ഗൈസ്, ഗേറ്റ് തുറന്നു. എനിക്ക് തോന്നുന്നു ഒരു തീ ഹെൽത്ത് റിക്കവർ ആയെങ്കിലേ ഗേറ്റ് തുറക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കേ, അവിടെ വെപ്പനുണ്ട്, വെപ്പൻ. ബട്ട് വെപ്പൻ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, വെപ്പൻ കിട്ടി, വെപ്പൻ കിട്ടി. എനിമീസിനെ കാണിക്കുന്ന സിമ്പിളാണ് ഗൈസ്. എനിമീസിനെ കാണിക്കുന്ന ഉദാഹരണം അടിച്ചടിച്ച് പൊട്ടിച്ച് പറയും കേട്ടോ. മരത്തക്കാളി ഇന്ത്യൻ പട്ടാളക്കാർ ശക്തിനൊക്കെ അറിയത്തില്ലടാ, വെട്ടിപ്പൂടി കളയും കേട്ടാ. ഗൈസ് ഓക്കെ, നമുക്ക് കണ്ടിന്യൂ എടുക്കാം. സോ ട്രെയിനിങ് സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഗെയിമിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനിയുണ്ടാവോ? ഇനി ഓരോ ലെവൽ കൂടി വരും എന്ന് തോന്നുന്നു. ബട്ട് ഹൗ വി ക്യാൻ കമ്പയർ ദീസ് ടു പബ്ജി ആൻഡ് ഫ്രീ ഫയർ? പബ്ജി നിരോധിച്ച ഒരു സമയത്ത് ഫൗജി ഇറക്കി. ബട്ട് പബ്ജിയും ഇതിനെയും ഒട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? ഒരു വേറെ തരത്തിലുള്ള ഗെയിമാണ്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ 2 വരെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ലെവലിൽ 4 പേര് വളങ്ങിട്ട് ആക്രമിക്കുക. ഗൈസ് അവൻ ഇരിക്കുന്നു ഗൈസ്. ഇടിക്കടാ. നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. നമ്മൾ അവരെ ഇടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ഓക്കെ, പ്രശ്നമില്ല. നമുക്ക് തീ പോയിട്ട് ഹെൽത്ത് ഒന്ന് റിക്കവർ ചെയ്തിട്ട് വരാം. എവിടെ ഓക്കെ, ഹെൽത്ത് റിക്കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പബ്ജിയും ഫ്രീ ഫയറിനും ഒക്കെ പകരം ഇത് കളിക്കാനൊന്നും പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ബട്ട് ഏകദേശം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആസ് എ പബ്ജി ഫാൻ, ആസ് എ ഫ്രീ ഫയർ ഫാൻ, നിങ്ങൾ ഈ ഗെയിം ഒരിക്കലും കളിക്കരുത്. ഓക്കെ, ബിരിയാണി പ്രതീക്ഷിച്ച് വരുന്ന നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു ടെൻറ്റ്. ബട്ട് ഒരു സാധാ ഒരു ഗെയിം എന്ന നിലയിൽ കളിക്കാൻ 100% എൻജോയ്മെൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. കാര്യം ഇടിക്കുന്നതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇടിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു ശബ്ദവും ഇടിക്കുന്ന ആ ഒരു രീതി ഒരു റിയലിസ്റ്റിക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ കുറേ ഹിന്ദിയൊക്കെ പറയുന്നുണ്ട്. ഹിന്ദി ഇംഗ്ലീഷും ആണെന്ന് തോന്നുന്നു. അവനെ ഇടിച്ച് നമുക്ക് കൊല്ലാം ഫസ്റ്റ്. ബാ, കാലൊക്കെ വെച്ചിടിക്കുന്നൊക്കെ പൊളി കേട്ടോ. ഐ തിങ്ക് ഇത് കുറച്ചുകൂടെ വർദ്ധിച്ച് വരുവാണെങ്കിൽ ഭാവിയിൽ ഒരു നല്ലൊരു ഗെയിമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ തീയുണ്ട്. ബട്ട് ഈ ഒരു കല്ലിൽ വന്ന് ഇരിക്കണം ഗൈസ്. ഈ ഒരു കല്ലിൽ ഇരുന്നാലേ നമ്മളെ ഹെൽത്ത് ഡിസ്കവർ ആവത്തുള്ളൂ. വേറൊരു കല്ലിൽ ഇരുന്ന് ഹെൽത്ത് ഡിസ്കവർഡ് ആവത്തില്ല. ഓൾറെഡി ഹെൽത്ത് ഈസ് ഫുള്ള്. നമ്മളല്ലേ കളിക്കുന്നത്, എന്നാൽ പിന്നെ ഹെൽത്ത് ഫുള്ളാവാതിരിക്കുമോ? അങ്ങോട്ടാണ് എനിമി, അടുത്ത എനിമി.
ഐ മീൻ जितना सोचा था हालात उससे ചിലപ്പോൾ ഈ ज्यादा വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് കളിക്കുന്ന കാണിക്കണ്ടേ. एक और कहते हैं, ഇടി 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 ഇടി. कोई आम बॉर्डर पेट्रोल तो नहीं है। ഓക്കെ, तुम कायरो ने मेरे आदमियों को कहाँ छिपा रखा है? വെപ്പൺ താഴെയുണ്ട്, പക്ഷേ വെപ്പനി ക്ലിക്ക് ചെയ്തിട്ട് വെപ്പൺ വരുന്നില്ല കേട്ടോ. അവന്മാരെ ഇടിക്കുന്നു. അവന്മാരെ ഇടിച്ച് മിക്കാതെ നമ്മുടെ ലൈഫ് ഇപ്പോൾ കുറയും. ഗായ്സ് നമ്മുടെ ലൈഫ് കുറഞ്ഞ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരെ പോയി ലൈഫ് കൂട്ടാം. ഓക്കെ, ആ തീയുടെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ലൈഫ് കൂട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളും. BGM ഒക്കെ ഒരുവിധം കൊള്ളാം. ഇടയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് ഡിസ്കവർ ആയിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ളവരെവിടെ? ഇവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട് കേട്ടോ. പട്ടാളക്കാർ താമസിക്കുന്ന ഒരു ഇടം കാണിക്കുന്നുണ്ട്. ഇതെന്തോ ഇത് ചാക്കോ? ആ ഗായ്സ്, ഇത് ചാക്കടുക്കി വെച്ചേക്കുന്നു കേട്ടോ. ചാക്കിലൂടെ എന്തോ അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. कायरो, तुम हमेशा तो नहीं भाग सकते। ഇടി കൊല്ല്, അടിച്ച് പൊട്ടിച്ച് കള. ഓക്കെ, അവിടെ നിന്നൊക്കെ എനിമീസ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. അവിടെ ഗൈസ്, വെള്ളം. രണ്ടാമത്തും വരുന്നു കേട്ടോ. രണ്ടാമത്തും വരുന്നതിന് മുമ്പ് നമുക്കിവനെ കൊല്ലണം. ഇവനെ അടിച്ച് പാവം ചത്തെന്ന് തോന്നുന്നു കേട്ടോ. ചത്തപ്പൊടി എവിടെ പോയി ഗൈസ്? ഇവിടെ കിടന്നു പെട്ടെന്ന് എവിടെ പോയി? അപ്രതീക്ഷിതമായെന്ന് തോന്നുന്നു. ഇത് വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങി നോക്കാം. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഒഴുകിയൊന്നും പോകുന്നില്ല. നമുക്ക് എന്തായാലും വീണ്ടും കയറി നോക്കാം. शायद इनके ऑफिसर्स के पास कोई जवाब होगा। വാ, ഓഫീസേഴ്സിൻ്റെ ഇന്ത്യൻ പട്ടാളത്തിനെ അടിക്കുന്നോ? ഓഫീസിൽ കയറി ഫയൽ എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഗൈസ്, അവിടെ ആൾക്കാരെ കയറിപ്പോണ്ട്. ഞങ്ങൾക്ക് വെപ്പനൊന്നും വേണ്ട, ഞങ്ങൾക്ക് കൈ മാത്രം മതി കേട്ടോ. ഗൈസ് വെപ്പൺ വെച്ച് അടിക്കാൻ വരുന്നുണ്ട്. വെപ്പൺ വെച്ച് അടിക്കാൻ. ഓക്കെ വെപ്പൺ വന്നു നമ്മൾ തീർത്ത്. मुझे ये कुछ ठीक नहीं लग रहा। Give up before we make you. ഹെൽത്ത് ഓൾറെഡി ഫുള്ളാണ്.
ഇത് നടന്ന് എവിടെ കൊണ്ടുപോകണോ എന്തോ, എന്നെ കാട്ടിൽ വല്ലതും കൊണ്ടുപോകുമോ എന്തോ. फौजी कभी अपना मिशन अधूरा नहीं छोड़ता है। ഇതിൽ ഡെത്ത് മാച്ച് ഉണ്ട്. ഡെത്ത് बॉर्डर മാച്ച് अब नजदीक ही है। ഒന്നും ഇല്ലടാ ഇതിൽ. ज्यादा दूर नहीं होंगे। ഇവരാണെങ്കിൽ ഞാൻ കൊല്ലൊന്നുമില്ല. ഇത് പോയി എവിടെ എത്തുമോ എന്തോ. Come on. ഒരു തടിയും വന്ന് ഗൈസ്. मैं अपने साथियों को निराश नहीं। അവനെ ഇന്ന് റെഡിയാക്കാം നമ്മൾ. ആരൊക്കെ വന്നിട്ടെങ്കിലും തടിയനെ നമ്മൾ കൊല്ലും. അവൻ്റെ പോലെയൊക്കെ മൂട്ടിലൊരു ഇത്, ഒരു വെപ്പൺ. No, I don't lost. മാന മര്യാദയ്ക്ക് മാറിയിരിക്കില്ല. ടെൻറ്റിലോട്ട് കയറ്. ഇരിക്കടാ, വെപ്പം കൊണ്ടിരിക്കടാ. തടിയനെ നമ്മൾ ആദ്യമേ വന്നു കേട്ടോ. വെറുതെയാണ്. ഞാൻ ലൈഫ് കൂട്ടുന്നില്ല ബിക്കോസ് गाइस लेकिन हो सकता है कि लेफ्टिनेंट सिंह का स्क्वाड वहां कैद हो। एक टेंट लालटेन की रोशनी में चमक रहा है। ये तलाश शुरू करने के लिए एक अच्छी जगह हो सकती है। उस छोटे से टेंट की तंग जगह में एक साइड टेबल, एस्ट्रे, एक जलती हुई सिगरेट और कुछ बक्सों के ऊपर 10 वाली लालटेन रखी थी। पर सबसे जरूरी था एक कैदी जो रस्सियों से बंधा हुआ था। रवि, लेफ्टिनेंट सिंह की टुकड़ी का सबसे कम उम्र का जवान, जिसे इतनी बुरी तरह पीटा गया कि उसका चेहरा काला और नीला पड़ गया। उसमें शायद थोड़ा होश बाकी था। सर, उन्होंने दूसरों को बंदी बना दिया। रवि ने कहा। रिपोर्ट बाद में फौजी, पहले तुम्हें छुड़ाना होगा। नहीं सर, दूसरों को आपकी मुझसे ज्यादा जरूरत है। मैं किसी को पीछे नहीं छोड़ता फौजी। लेफ्टिनेंट सिंह रवि के पैरों से रस्सी खोलने लगते हैं। देर हो गई सर, पीछे देखिए। एक दुश्मन सिपाही टेंट में आता है और लेफ्टिनेंट सिंह को पीछे से पकड़ लेता है। टेंट में उनके बीच संघर्ष होता है और बक्से गिर जाते हैं। बक्सों पर रखी लालटेन गिरकर टूट जाती है और उससे गैस निकलने की आवाज के साथ हवा में बदबू फैल जाती है। रवि, निकलो यहाँ से। लेफ्टिनेंट सिंह रवि को खोलना चाहते हैं पर देखते हैं कि वो बेहोश है। रवि, कोई प्रतिक्रिया नहीं। लेफ्टिनेंट सिंह लड़ रहे थे पर जवान तब तक बुरी तरह बेहोश हो गया था। लेफ्टिनेंट सिंह उस जलते टेंट से बच निकले। नहीं सर, दूसरों को आपकी मुझसे ज्यादा जरूरत है। रवि के ये शब्द लेफ्टिनेंट सिंह के कानों में गूंज रहे थे। പട്ടാളക്കാരുടെ കഷ്ടതകളാണ് ഇപ്പൊ കാണിച്ചതെന്ന് തോന്നുന്നു. लगता है आज मुझे एलएसी के उस पार जाना होगा। ഓക്കെ, ഇനി അടുത്ത മിഷനാണിത്. കണ്ടോ, ഓരോ മിഷൻ കഴിയുമ്പോൾ ഓരോ സ്റ്റാർ വരും. നിങ്ങൾ കണ്ടില്ലേ? അതാണ് തന്നെ ഓരോ ഇത് കൂടിയും വരും. കുഴപ്പമില്ല, നമുക്ക് അടിച്ചടിച്ച് പൊട്ടിക്കാം. നീ ബാ. ഈ വെപ്പനുള്ളവരാദ്യം തീർക്കണം. ബട്ട് ഈ ഇടിച്ചിടുന്നവരൊന്നും പിന്നെ കാണുന്നില്ല കേട്ടോ. ഗൈസ്, നമ്മൾ തീർന്നു ഗൈസ്. एक आखिरी
आखिरी कोशिश, നമ്മൾ തീർന്നു फिर हम सब घर जा सकते हैं। Give up such an elegant before we make you. നമ്മൾ തീർന്നു, നമ്മൾ ലൈഫ് തീർന്നു. Not such an elegant commander after all. ഓ നമ്മുടെ ലൈഫ് തീർന്നു ഗായ്സ്. നമുക്ക് ഏതാണ്ട് 20 മിനിറ്റ് എങ്ങാണ്ടായി കേട്ടോ വീഡിയോ. 26 മിനിറ്റായി. വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്യുവാണ്. റീസ്റ്റാർട്ട് ചെയ്യണ്ട, കമേമേനോട്ട് പോവാം. മ്യൂസിക് കേട്ടിട്ട് എവിടെയോ കേട്ട് നല്ല പരിചയം. ഇത് ഗ്രാഫിക്സ് ഒക്കെയാണ്. അൾട്രയും ഉണ്ട്. അൾട്രയായിട്ട് സേവ് ആക്കാം. ടോക്കനും സംഭവങ്ങളൊക്കെ ഉണ്ട്. കമാൻഡറൊക്കെ കാണിക്കുന്നുണ്ട്. ഓ ഐ തിങ്ക് ഇത് സ്കിന്നാണെന്ന് തോന്നുന്നു. പൈസ വേണം. പൈസ അടിക്കാം. ഓക്കെ, ടീം ഡെത്ത് മാച്ച് വരുന്നതേ ഉള്ളൂ. ടീം ഡെത്ത് മാച്ച് 5vs5 ആയിരിക്കും വരുന്നത്. ഓക്കെ, സൈക്കോ റാങ്ക് ഫസ്റ്റൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഐസ് പൈസ് ബേസ് അടിക്കാം. ഇതൊക്കെ റാങ്കാണ് ഗൈസ്. സിൽവർ കോയിൻ, ഗോൾഡൊന്നും ഇല്ലയുടെ. ക്രോട്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. പബ്ജിക്കും ഫ്രീ ഫയറിനും മേലാണെന്ന് എഴുതി ആരും കളിക്കാൻ വരണ്ട. ഈ ഗെയിമിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒരു സാധാ ഗെയിം കളിക്കുന്ന പോലെ നിങ്ങൾ കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ കളിച്ചിട്ട് കുഴപ്പമില്ല. ബട്ട് പബ്ജിക്കൊന്നും മുകളിൽ ഒരിക്കലും എത്തില്ല എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിലും പൈസയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ റുപ്പിയാണ് ടോക്കൺസിന്. എൻ്റെ 19 രൂപ, 149 രൂപ, 699 രൂപ. എന്തിനെന്ന് ആർക്കറിയാം. ടീം ഡെത്ത് മാച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം പൊളിയാവുമായിരിക്കും. ഓക്കെ, എന്തായാലും വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. എന്തായാലും 22 മിനിറ്റായി. ഇനി ഒരു 23 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം.